my dear friends, welcome to Happy Beats TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ വീഡിയോ ആണ്. എന്നാൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വാസലിനെ കുറിച്ചാണ്. ഇതാണ് ബേബി വാസലിൻ. ഒരുപാട് പേര് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇതാണ് ബേബി വാസലിൻ. ലിപ് ബാം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതാണ് ഇത്. പിന്നെ അടുത്താണ് കൊക്കോ ബട്ടർ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ കാലിലൊക്കെ യൂസ് ചെയ്യാനും കയ്യിലും കാലിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അതുപോലെ ഇതാണ് വാസലിൻ്റെ മറ്റൊന്ന്, അലോ ഫ്രഷിൻ്റെ വാസലിനാണിത്. ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരുപാട് വാസലിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കൊക്കോ ബട്ടറും അതുപോലെ തന്നെ നമ്മളുടെ ബേബി വാസലിനും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിരയിലാണ് വാസലിൻ്റെ സ്ഥാനം. ഇപ്പോൾ ശരീരം വരടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വിൻ്റർ കാലത്തൊക്കെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മൾ വാസലിനെ കാണുന്നത്. എന്നാൽ ഇതിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നമുക്ക് കുറച്ച് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നാച്ചുറൽ ലുക്ക് നമ്മളുടെ കൺപീലികൾക്ക് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് വാസലിൻ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വാസലിൻ ഒരു തീർന്ന ഒരു മസ്കാര ബ്രഷിലെടുത്തതിന് ശേഷം നമ്മളുടെ കൺപീലികളിൽ നന്നായിട്ട് തടവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലുക്കും തോന്നും, ഒരു ഫ്രഷ് ഫീലും തോന്നും. അത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ കേട്ടോ. ഇനി നെക്സ്റ്റ് സിമ്പിൾ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിലെ ഫൗണ്ടേഷനും എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാസലിൻ ഉപയോഗിച്ച് മേക്കപ്പ് റിമൂവ് ചെയ്യാം. അതിനോട്ട് ജസ്റ്റ് നമ്മളൊരു കോട്ടണിലോ പഞ്ഞിയിലോ നമ്മൾ വാസലിൻ കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിലും അതുപോലെ തന്നെ ഫേസിലും ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു നല്ലൊരു മേക്കപ്പ് റിമൂവർ കൂടിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസലിൻ്റെ മറ്റൊരു അടിപൊളി ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചില പെർഫ്യൂമൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ആ സ്മെല്ല് പോവും അല്ലേ? നോർമലി അങ്ങനെയാണ്. ചിലത് മാത്രമേ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത ഒരു ലോങ് ലാസ്റ്റിംഗ് ടൈപ്പിൽ 2-3 മണിക്കൂറൊക്കെ നിൽക്കുന്ന ഒരു പെർഫ്യൂമിൻ്റെ ടൈം നമുക്ക് 5 മണിക്കൂറും 7 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് വാസലിൻ. അതിനോട് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബോഡി സ്പ്രേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ നമ്മളുടെ ഏത് ഭാഗത്താണോ അവിടെ നമ്മൾ ആദ്യം ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളുടെ ബോഡി സ്പ്രേ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ടൈം ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഇത് പരീക്ഷിക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചാണ്. എന്തായാലും നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൈയും കാലൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ്. അതിനോട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറ് ബേബി വാസലിൻ അല്ല കൊക്കോ ബട്ടറാണ്. അതിലേക്ക് 1 സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ അല്ലെന്നുണ്ടെങ്കിൽ സീ സാൾട്ട് ആണെന്നുണ്ടെങ്കിലും മതി, നല്ല പൊടിയുപ്പ് അത് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് എന്നിട്ട് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ കാലിലോ കയ്യിലോ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്ന പോലെയൊക്കെ ഉണ്ടാവില്ലേ, ആ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു കോട്ടൺ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. നന്നായിട്ട് ഇപ്പോൾ പഞ്ചസാരയോ അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിൽ നിന്ന് അത് റിമൂവ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സോളം മസാജ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ ഒരു കോട്ടും കൂടെ നമ്മളുടെ വാസലിൻ അല്ലെന്നുണ്ടെങ്കിൽ കൊക്കോ ബട്ടർ ഏത് ഫ്ലേവറാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാസലിൻ നമ്മൾ നന്നായിട്ട് നമ്മളുടെ കയ്യിലോ കാലിലോ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കാലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് രാത്രി ചെയ്യണം ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ കാലിൽ നന്നായിട്ട് സോക്സ് ഇട്ടിട്ട് നമ്മൾ കവർ ചെയ്യാം. കയ്യിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്മൂത്താവും, നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വാസലിൻ ഏറ്റവും നല്ല യൂസ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വൈകിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെയിലൊക്കെ ആറിയതിന് ശേഷമാണ്. ഇതിപ്പോൾ ഇട്ടിട്ട് നമ്മൾ വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ന് വെച്ചാൽ ഒന്നും കൂടെ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ കറുത്ത പോലെയായി തോന്നും. അപ്പോൾ ഇത് നമ്മളൊരു ഫേസ് ക്രീം ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ വെയിലത്തൊക്കെ നടക്കുമ്പോൾ ഒരു ക്രീമായിട്ട് യൂസ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. നിങ്ങൾക്കൊരു ലിപ് ബാം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതും വളരെ എളുപ്പമാണ്. ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നമ്മളുടെ വാസലിനും കൂടെ ഇതിലേക്ക് ചേർക്കുക. അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ലിപ് കളർ എന്തെങ്കിലും നമ്മുടെ പഴയ ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉരുക്കി ഇതിലേക്ക് ചേർക്കാം.
ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിപ്പഴം, അതല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി, എന്തെങ്കിലും നമുക്ക് അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ലിപ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടോ ജ്യൂസ് എന്തെങ്കിലും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് നൈറ്റിൽ പുരട്ടി നമ്മുടെ ചുണ്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമുക്കൊരു പിങ്ക് കളർ നമ്മുടെ ചുണ്ടിന് കിട്ടുകയും ചെയ്യും. നല്ല ചുണ്ട് നല്ല ഇങ്ങനെ പൊട്ടി വരണ്ടൊക്കെ ഇരിക്കാണ്ട് നല്ല ഗ്ലോസി ആയിട്ടും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം ഇതും ഒരു അടിപൊളി ടിപ്പാണ്. ഇനി നെക്സ്റ്റ് ഒരു റെമഡി നമ്മളുടെ കൺപീലിയും അതോടൊപ്പം തന്നെ പുരുകവും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിനുവേണ്ടി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലിയായിട്ടൊരു മസ്കാര ബോട്ടിൽ എടുക്കുക. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു സ്പൂൺ ആവണക്കെണ്ണ ഉപയോഗിക്കണമെങ്കിൽ അത്ര തന്നെ നമ്മൾ വാസലിൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഡബിൾ ബോയിൽ എടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടിൽ കാലിയായ ബോട്ടിൽ നമ്മൾ നിറച്ച് വെക്കുക. 1:1 എന്നുള്ള അളവിൽ എടുത്തതിന് ശേഷം നമ്മളൊരു കാലിയായിട്ടുള്ള മസ്കാര ബോട്ടിൽ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മസ്കാര ബ്രഷ് ഉപയോഗിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പുരുകത്തിലും അതുപോലെ തന്നെ നമ്മളുടെ കൺപീലിയിലും ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള നല്ല കറുപ്പ് കളറുള്ള പുരുകം നമുക്ക് അല്ലെങ്കിൽ കൺപീലി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഹൈലൈറ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടും ഒരു സിമ്പിൾ റെമഡി പറഞ്ഞുതരാം. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഐ ഷാഡോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറോ നമ്മളുടെ സ്കിന്നിന് യോജിക്കുന്ന കളറോ ഒരു ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതും വാസലിനുമായിട്ട് മിക്സ് ചെയ്യുക. ഒരല്പം വാസലിൻ എടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു അല്പം ഇതുപോലെ തന്നെ നമ്മളുടെ ലിപ്സ്റ്റിക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജസ്റ്റ് നമ്മളുടെ ഐ ഷാഡോ ആയാലും മതി, അത് ഏതെങ്കിലും ഒരു നമ്മളുടെ സ്കിന്നിന് യോജിക്കുന്ന ഒരു കളറ് എടുത്തതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ശേഷം നമ്മളുടെ ഇതുപോലെ കവളിൻ്റെ നമ്മൾ ചീക്ക് ബോൺസിൻ്റെ സൈഡിലും അതുപോലെ നോസിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മേക്കപ്പിന് ഒരു നാച്ചുറൽ ലുക്കും ഫീൽ ചെയ്യും. നല്ലൊരു ഹൈലൈറ്ററും കൂടിയാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ എന്തായാലും ഒരു സ്റ്റാറായിട്ട് തന്നെ തിളങ്ങുന്നതായിരിക്കും. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയപ്പർ റാഷസ് മാറാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ കുട്ടികളുടെ നനവുള്ള ഭാഗം നന്നായിട്ട് ഒപ്പിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ബേബി വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയപ്പർ റാഷസ് മാറാനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. കുട്ടികൾക്ക് എപ്പോഴും നാച്ചുറൽ മെത്തേഡാണ് നല്ലത്. ഇത് വല്ലപ്പോഴും നമുക്കിപ്പോൾ യാത്രാവേളയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് ക്രീമോ അല്ലെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ബേബി വാസലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതി നമുക്ക് ഫോളോ ചെയ്യാം. ഡെയിലി ചെയ്യണമെന്നല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ഈ രീതി അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡൈ യൂസ് ചെയ്യുന്നവർക്കുള്ളൊരു ടിപ്പാണ്. ഡൈ യൂസ് ചെയ്യുന്നവരുടെ ഏറ്റവും ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഡൈ നമ്മുടെ നെറ്റിയിലെ ഭാഗത്തോട്ടൊക്കെ സ്പ്രെഡ് ആവുക എന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ ഭാഗത്തും എല്ലാം ആദ്യം നമ്മൾ എങ്ങോട്ടാണ് ഇതൊക്കെ ഒഴുകി പോകുന്നത് ആ ഭാഗത്ത് എല്ലാം ആദ്യം വാസലിൻ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഡൈ ചെയ്യുക. അപ്പോൾ ആ ഭാഗത്തേക്ക് പിടിച്ച് ഇങ്ങനെ ആ കളർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടിയുടെ അറ്റം ഇങ്ങനെ പിളർന്നു പോകാമെന്ന് പറയുന്ന ഒരു ഇതില്ലേ, അത് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു റെമഡിയാണിത്. നമ്മൾ അറ്റം 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ അറ്റം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് വെട്ടി കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ വെട്ടുന്ന സമയത്ത് നമ്മൾ പെട്രോളിയം ജെല്ലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാസലിൻ, പെട്രോളിയം ജെല്ലിയുടെ ബ്രാൻഡാണ് വാസലിൻ എന്ന് പറയണത്. അപ്പോൾ ആ വാസലിൻ നമ്മളുടെ മുടിയുടെ അറ്റത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കൂടുതലായിട്ടും സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് പെറ്റ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പാണ്. പെറ്റ്സിനെ നന്നായിട്ട് കുളിപ്പിച്ചതിന് ശേഷം അവരുടെ നന്നായിട്ട് രോമമൊക്കെ ഉണക്കുക. നല്ല ഷാമ്പൂ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് ഉണക്കുക. ഉണങ്ങിയതിന് ശേഷം ഈ രോമത്തിൽ നമ്മൾ ഇതുപോലെ വാസലിൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പെയിൻ പോലുള്ളതൊക്കെ ഇവരുടെ സ്കിന്നിൽ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ രോമത്തിനിടയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത് മാറാനായിട്ടും നല്ല തിളക്കമുള്ള രോമം ഉണ്ടാവാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൺസ് ഇൻ എ വീക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ മറ്റൊരു സിമ്പിൾ റെമഡി എന്ന് വെച്ചാൽ നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ അവിടെ ഇടയ്ക്കായിട്ട് സ്പ്രെഡ് ആവാറുണ്ട്, നെയിലല്ലാണ്ട് പുറത്തുമേയൊക്കെ. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട ഒരു സിമ്പിൾ റെമഡി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പായിട്ട് നെയിലിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ ജസ്റ്റ് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെയിൽ പോളിഷ് ഇടുക. അപ്പോൾ എക്സ്ട്രാ നമ്മൾ പുറത്തേക്ക് വരുന്നതൊക്കെ അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളും. ഇനി നെക്സ്റ്റ് സിമ്പിൾ റെമഡി കൂടി പറഞ്ഞുതരാം. പെഡിക്യൂർ അല്ലെന്നുണ്ടെങ്കിൽ മാനിക്യൂർ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ നെയിലിലെ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മളുടെ നെയിലും നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം വാസലിൻ എടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് നമ്മളുടെ നഖങ്ങളിലും ആ വിരലിൻ്റെ ചുറ്റും നമ്മൾ നന്നായിട്ടൊന്ന് വാസലിൻ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെയിൽ ഉണ്ടാവാനും ഒപ്പം നല്ല തിളക്കമുള്ള നെയിൽ ഉണ്ടാവാനായിട്ടും നമുക്ക് ഈ ഒരു റെമഡി സഹായിക്കും.
നെക്സ്റ്റ് ഒരു സിമ്പിൾ റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഷൂ പോളിഷ് തീർന്നു പോയി വിചാരിക്കുക. ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ പുറത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ബാഗിൽ വാസ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കോട്ടൺ ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഒന്ന് നമ്മൾ ഷൂ തുടയ്ക്കാതിന് ശേഷം നമ്മൾ ഈ വാസ്ലിൻ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷൂസ് നല്ല തിളക്കമുള്ളത് നല്ല അടിപൊളിയായിട്ട് ഷൂ പോളിഷ് ഇട്ട പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമേറുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.